അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയായ ശേഖർ കുമാർ യാദവ് വിദ്വേഷ പ്രസംഗം നടത്തി. ഇതാണ് പരാതി ഉയർന്നത്. ഇപ്പോൾ കൊളീജിയം വിളിച്ചെന്നും കേൾക്കുന്നു. കൊളീജിയം തൂക്കിക്കൊല്ലോ. അതാണ് ഞാൻ ചോദിച്ചത്, എന്തിനു സംഭവിക്കും, എന്തിനായിരിക്കും? എനിക്ക് ആദ്യമേ ഒരു സംശയം, വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന് പറയുന്നല്ലോ, എന്താണ് ജസ്റ്റിസ് അശോക് കുമാർ യാദവ് പ്രസംഗിച്ചത്? ബഹുഭാര്യത്വം ഉണ്ടായിരുന്നു, ഏക സിവിൽ കോഡ് ഉണ്ടായിരുന്നു. ഏക സിവിൽ കോഡിനെ കുറിച്ച് സംസാരിച്ചു. അത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞു ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനം പ്രധാനപ്പെട്ടതാണ്, അത് മാനിക്കണം എന്ന് പറഞ്ഞു. അതല്ലേ ജനാധിപത്യം? ലോകത്തെമ്പാടും അംഗീകരിക്കപ്പെട്ട ഒരു പ്രിൻസിപ്പിളല്ലേ മജോറിറ്റിയുടെ തീരുമാനം അംഗീകരിക്കണം. നിയമസഭയിൽ അങ്ങനെയല്ലേ, പാർലമെൻറ്റിൽ അങ്ങനെയല്ലേ, സമൂഹത്തിൽ എല്ലായിടത്തും അങ്ങനെയാണ്. ഭൂരിപക്ഷം പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കും, അതാണ് തീരുമാനം. അത് ലോകത്തെമ്പാടും ആപ്ലിക്കബിളായിട്ടുള്ള ഒരു കാര്യമാണ്. അത് അദ്ദേഹം പറഞ്ഞു. ഇനി അതിന് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കും മുമ്പ് ഒരു കാര്യം പറയാം. അദ്ദേഹം വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഒരു യോഗത്തിൽ പങ്കെടുത്തു എന്നാണ് ആക്ഷേപം. വിശ്വ ഹിന്ദു പരിഷത്ത് എന്തായി രാജ്യത്ത് നിരോധിക്കപ്പെട്ട സംഘടനയാണോ? അല്ല. അത് ഹിന്ദുക്കളുടെ കാര്യങ്ങൾ നോക്കുന്ന, അതിൻ്റെ വെൽഫെയറുമായി ബന്ധപ്പെട്ട്, ഹിന്ദുക്കളുടെ ക്ഷേമം ഒക്കെയായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ലോകത്തിലെ ഹിന്ദുക്കളുടെ ഒരു അംബ്രല. കത്തോലിക്ക കോൺഗ്രസ് ഇല്ലേ, ക്രൈസ്തവരുടെ എത്ര സംഘടനകളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ മുസ്ലിങ്ങൾക്ക് ജമായത്ത്, ജമായത്തെ ഇസ്ലാമിയുണ്ട്, പിന്നെന്താ SYS ഉണ്ട്. എനിക്കിതിൻ്റെ ഒന്നും പേരൊന്നും അറിയില്ല കേട്ടോ, ഒന്നാമത് പറഞ്ഞാൽ വായിക്കൊള്ളൂല, എനിക്കറിയില്ല. അത് നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട്, നമ്മൾ നിരന്തരം ബന്ധപ്പെടുന്നതല്ലാത്തതുകൊണ്ട് നമുക്കറിയില്ല. നമുക്ക് അത്ര ഈസി അല്ലാത്ത ഒരുപാട് പേരുകളുള്ള ഒരുപാട് മുസ്ലിം സംഘടനകളുണ്ട്, ക്രൈസ്തവർക്കും ഉണ്ട്, ഹിന്ദുക്കൾക്കും ഉണ്ട്. ഹിന്ദുക്കളുടെ സംഘടനകൾ എത്രയുണ്ടെന്ന് പോലും അറിയില്ല. അതൊക്കെ പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ പുഷ്പ സമാജം, നമ്പ്യാർ സമാജം, ഇങ്ങനെ തുടങ്ങി എത്രയോ സംഘടനകൾ ചെറുതും വലുതുമായിട്ടുണ്ട്. ഈ സംഘടനകളുടെയൊക്കെ പരിപാടികൾക്ക് സുപ്രീം കോടതിയിലെ ഹൈക്കോടതിയിലെ ജഡ്ജിമാർ പങ്കെടുക്കാറില്ലേ? ഉണ്ട്. അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, കേരള ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിയായിരുന്നു പിന്നീട് സുപ്രീം കോടതി ജഡ്ജിയായ ഒരാൾ. അദ്ദേഹം കേരളത്തിൽ ക്രൈസ്തവ സഭയുടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തിട്ട് എൻ്റെ ആദ്യത്തെ കൂറ് സഭയോടാണ് എന്ന് പറഞ്ഞു. ഒരു ജഡ്ജിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന എൻ്റെ ആദ്യത്തേതും അവസാനത്തേതുമായ കൂറ് ഭരണഘടനയോടാണ് എന്ന് പറയേണ്ടത് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതാണ് ചെയ്യേണ്ടത്. ഭരണഘടനാ പദവി വഹിക്കുന്ന ഭരണഘടനയുടെ ഗാർഡിയൻസാണ്, സേഫ് ഗാർഡ് ചെയ്യേണ്ടവരാണ് ജഡ്ജിമാർ. ഭരണഘടനാ കോടതി എന്നാണ് സുപ്രീം കോടതിയും ഹൈക്കോടതിയും വിളിക്കുന്നത്. അവിടുത്തെ ജഡ്ജിമാരുടെ കൂറ്, ലോയൽറ്റി ആദ്യമായും അവസാനമായും ഭരണഘടനയോടായിരിക്കണം. കേരളത്തിലെ ഒരു ജഡ്ജി, മലയാളി ജഡ്ജി, തൻ്റെ കൂറ് ക്രൈസ്തവ സഭയോടായിരിക്കും ആണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു വിവാദം ഇവിടെ ഉണ്ടായില്ല. എന്നാൽ അത് വിവാദമാവട്ടെ? അല്ല, അത് അങ്ങനെ ഒരു പ്രസംഗത്തിലങ്ങ് പറഞ്ഞു പോയി എന്ന് കരുതി അദ്ദേഹം കേസ് മുൻപിൽ വരുമ്പോൾ ബൈബിൾ എടുത്ത് നോക്കിയിട്ടല്ല വിധി പറയുക. ഭരണഘടനയും നിലവിലുള്ള നിയമങ്ങളും വെച്ചിട്ടാണ്. അത് മനസ്സിലാക്കാനുള്ള ഒരു സഹിഷ്ണുത നമുക്കുള്ളതുകൊണ്ടാണ് അത് വിവാദമാകാത്തത്. വേണമെങ്കിൽ അതും വിവാദമാക്കാം, ഇപ്പോൾ വേണം വിവാദമാക്കാം. അന്നത്തെ വീഡിയോ ക്ലിപ്പിങ്സ് എടുത്തിട്ട് മുമ്പൊരു ജഡ്ജി ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് ചോദിക്കാം. പക്ഷെ അത് വേണ്ട, അത് നമ്മൾ വിട്ടു. അതിൻ്റെ അത്ര മാത്രം നോക്കിയാൽ മതി. അങ്ങനെ വിവിധ ജാതി മത സംഘടനകളിൽ ന്യായാധിപന്മാർ പങ്കെടുത്തുകൊണ്ടേയിരിക്കുന്ന ഒരു രാജ്യമാണ്. പങ്കെടുത്തുകൊണ്ടേ. ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തും എവിടെയെങ്കിലുമൊക്കെ ഇത്തരം ജാതി മത സംഘടനകളുടെ വേദികളിൽ ന്യായാധിപന്മാർ പങ്കെടുക്കുന്നുണ്ടാവാം. അതെ. പക്ഷേ ഇവിടെ ഇത് മാത്രം എന്താ വിവാദമാവുന്നത്? ഇനി രണ്ടാമത്തെ കാര്യം, VSPയുടെ യോഗത്തിലല്ല പങ്കെടുത്തത്. VSPയുടെ അംഗങ്ങളായ അഭിഭാഷകരുടെ ഒരു സംഘടനയിലാണ്. അഭിഭാഷകരുടെ ഒരു സംഘടന ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനാപരമായ അനിവാര്യത എന്ന വിഷയത്തിൽ ഒരു സെമിനാറോ മറ്റോ സംഘടിപ്പിക്കുന്നു. അതിൽ അലഹബാദ് ഹൈക്കോടതിയിലെ ഒരു സിറ്റിംഗ് ജഡ്ജി പങ്കെടുക്കുന്നു, അശോക് കുമാർ യാദവ് പങ്കെടുക്കുന്നു. നോക്കൂ, കേരളത്തിൽ CPMന് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ഉണ്ടല്ലേ, അത് ഓൾ ഇന്ത്യ ലോയേഴ്സ് അസോസിയേഷൻ ഉണ്ട്. അങ്ങനെ കോൺഗ്രസ്സിന് ഉൾപ്പെടെ എല്ലാവർക്കും അഭിഭാഷക സംഘടനകളുണ്ട്. ഇതിൽ ആരൊക്കെ പങ്കെടുക്കാറുണ്ട്? ജഡ്ജിമാർ പങ്കെടുക്കാറുണ്ടല്ലോ. അതെ. അതിലെല്ലാം പങ്കെടുക്കാം. എന്നാൽ ഹിന്ദു എന്ന പേരുള്ള ഒരു സംഘടനയുടെ അഭിഭാഷക സംഘടനയെ പങ്കെടുത്താൽ വലിയ കുഴപ്പമാണ് എന്ന് പറയുന്നതിനകത്തൊരു കുഴപ്പമുണ്ട്. അതായത് നിങ്ങൾക്ക് ക്രിസ്ത്യാനിക്ക് ക്രിസ്തുമതം പ്രചരിപ്പിക്കാം, മുസ്ലിമിന് ഇസ്ലാമിൻ്റെ കാര്യങ്ങളിൽ പറയാം, പക്ഷേ ഹിന്ദു സെക്കുലറായിരിക്കണം എന്നൊരു വാദമുണ്ടല്ലോ. ഹിന്ദു മാത്രം അവൻ്റെ മതത്തെക്കുറിച്ച് പറഞ്ഞുകൂടാ, അവൻ എപ്പോഴും സെക്കുലർ ആയിരിക്കണം എന്ന് പറയുന്ന ഒരു അജണ്ട സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. കോടതികൾ പോലും നിർഭാഗ്യവശാൽ അതിൻ്റെ ഭാഗമായി മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നോക്കൂ, അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹം അങ്ങനത്തെ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ട് പറഞ്ഞു, ഭൂരിപക്ഷം അതാണ് ലോകത്തെമ്പാടത്തും ഉള്ള നീതി ആണ്. തർക്കം ഭൂരിപക്ഷം കിട്ടുന്ന ആളുകളല്ലേ തിരഞ്ഞെടുപ്പ് ജയിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് അങ്ങനെയാണ് ജയിച്ചത്.
ഭൂരിപക്ഷം കിട്ടിയതുകൊണ്ട്. അപ്പം ഭൂരിപക്ഷം എന്ന് പറയുന്നത് ലോകത്ത് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള സ്വീകരിക്കപ്പെട്ട ഒരു സിദ്ധാന്തമാണ്. അത് അദ്ദേഹം പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞു ഇത് ഹിന്ദുസ്ഥാനാണ്. ആർക്കാ തർക്കം? ആർക്കും തർക്കമില്ല. ഹിന്ദുസ്ഥാൻ എന്ന് എന്നേ പറയുന്നുണ്ട് അല്ലേ? സാരേ ജഹാം സേ അച്ഛാ ഹിന്ദുസ്ഥാൻ എന്ന് എഴുതിയ പാട്ട് പോലും വളരെ പ്രസിദ്ധമായ പാകിസ്ഥാൻ പോലും പലപ്പോഴും ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നുണ്ട്. ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഉപയോഗിക്കപ്പെട്ട വാക്ക് ഹിന്ദുസ്ഥാൻ എന്നാണ്. ഹിന്ദുസ്ഥാനാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? നിങ്ങൾക്ക് ഇപ്പോൾ ഭാരതം എന്ന് പറഞ്ഞാൽ പോലും കുഴപ്പമാണ്. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഹിന്ദുസ്ഥാനാണെന്ന് പറഞ്ഞു. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് ഏകീകൃത സിവിൽ കോഡ് അനിവാര്യമാണെന്ന് പറഞ്ഞു. ഏകീകൃത സിവിൽ കോഡ് എന്താ? നരേന്ദ്രമോദിയുടെ വീട്ടിൽ അടുക്കളയിൽ ഉണ്ടാക്കിയതാണോ ആ ആശയം? അല്ലല്ലോ. നിങ്ങൾ ഭരണഘടന എന്ന് പറഞ്ഞ് ഈ പടു വിഡ്ഢിയായ ഒരു ആൾ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നില്ലേ? അദ്ദേഹം പറഞ്ഞില്ലേ ശരീരത്തിൽ താപം ഉൽപ്പാദിപ്പിക്കുന്നതിനെയാണ് തപസ്യ എന്ന് പറയുന്നത്. എന്തൊക്കെയെന്നല്ല പറഞ്ഞത്? ശരീരത്തിൽ താപം ഉൽപ്പാദിപ്പിക്കുന്നതിനെ തപസ്യ എന്ന് പറയും. ദ്രോണാചാര്യർ കത്തിയെടുത്തുകൊണ്ട് ഏകലവൻ്റെ വിരൽ മുറിച്ചെടുത്തു എന്ന് പറഞ്ഞു. എന്തൊക്കെയാണോ ഇന്നലെ പറഞ്ഞു കൊട്ടിയത്? അദ്ദേഹത്തിൻ്റെ കോമാളിപ്പട്ടം തിരിച്ചു വാങ്ങിയ ഒരു സെഷനാണ് പാർലമെൻറ്റിൽ കഴിഞ്ഞത്. അത് വിടും, നമ്മുടെ വിഷയമല്ല. അദ്ദേഹം ആ കയ്യിലിരിക്കുന്ന കൊച്ചു പുസ്തകം ഭരണഘടന ഒന്ന് തുറന്നു നോക്കാം. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നൊരു ഭാഗമുണ്ട്. ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയും. ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുക. നിർദ്ദേശക തത്വങ്ങളിൽ പറയുന്നുണ്ട് എന്ത്? ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കണമെന്ന്. BJPയുടെ അജണ്ടയല്ല. BJP ആസ്ഥാനത്തോ അല്ലെങ്കിൽ നാഗ്പൂരിൽ നിങ്ങൾ പറയുന്ന പോലെ RSSന്റെ ആസ്ഥാനത്തോ ഉണ്ടാക്കിയെടുത്ത സാധനമല്ല. അതിന് മുമ്പ് തന്നെ ഭരണഘടനയിലുള്ളതാണ് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത്. ഭരണഘടന ഈ രാജ്യത്ത് നടപ്പാക്കേണ്ടുന്ന മാർഗനിർദ്ദേശക തത്വങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറഞ്ഞ് ഭരണഘടന പറഞ്ഞിരിക്കുന്നതാണ് ഈ രാജ്യത്ത് പൊതു സിവിൽ നിയമം വേണമെന്നത്. അത് BJPയുടെ അജണ്ടയാവുന്നത് എങ്ങനെയാണ്? BJP ആ ഭരണഘടനാ വ്യവസ്ഥ നടപ്പാക്കാനാണ് ശ്രമിക്കുന്നത്. നിങ്ങൾ ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നവർ അത് അംഗീകരിക്കട്ടെ. തീർന്നില്ല. എത്രയോ കേസുകളിൽ, സരള മുഗ്ദൽ കേസിൽ, ജോൺ വള്ളമറ്റം കേസിൽ തുടങ്ങി ഒരു 15ഓളം കേസുകളിൽ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കാത്തതെന്ന്. അപ്പം പിന്നെ BJPയുടെ അജണ്ടയാണ്. അപ്പോൾ സുപ്രീം കോടതി തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒന്നാണ് ഭരണഘടനയിലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ ഭാഗമായ നിർദ്ദേശക തത്വങ്ങളിൽ നിർദ്ദേശിക്കുന്നത് പോലെ പൊതു സിവിൽ കോഡ് നടപ്പാക്കണമെന്ന് ആരുടെ ആവശ്യമാണ്? സുപ്രീം കോടതിയുടെ കൂടെ ആവശ്യമാണ്. അതാണ് മോദി നടപ്പാക്കാൻ പോകുന്നത്. അത് ആവശ്യമാണെന്ന് ഒരു അലഹബാദിൽ ഹൈക്കോടതി ജഡ്ജി പറഞ്ഞാൽ എങ്ങനെ ഭരണഘടനാ വിരുദ്ധമാകും? ഇനി അദ്ദേഹം മുസ്ലിങ്ങളെ ആക്ഷേപിച്ചു എന്നാണ് അടുത്ത വിമർശനം. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ശേഖർ കുമാർ യാദവ് മറ്റൊന്നുകൂടെ പറഞ്ഞു. നമ്മുടെ രാജ്യത്ത് 2 കാര്യങ്ങൾക്ക് സ്ഥാനമില്ല. ഒന്ന് മുത്തലാഖ്, നിയമം മൂലം നിരോധിച്ചല്ലോ, അത് പറഞ്ഞുകൂടെ? 4ഉം 5ഉം കെട്ടാനുള്ള പരിപാടി ഇന്ത്യ പോലൊരു രാജ്യത്ത് പ്രായോഗികമല്ല, നടപ്പാക്കാൻ പാടില്ല. അത് തെറ്റാണ്. മുത്തലാഖ് ചൊല്ലുന്നവരെ ശിക്ഷിക്കാനുള്ള നിയമം ഉണ്ടായിക്കഴിഞ്ഞു. അത് യാദവ് ജസ്റ്റിസ് പറഞ്ഞത് എന്താ കുഴപ്പം? ഇനി അദ്ദേഹം വേറൊന്ന് പറഞ്ഞു, അത് പൊള്ളിച്ചിട്ടുണ്ട്. ഹലാല എന്ന് പറയുന്ന ഒരു പരിപാടി, അത് നടക്കില്ല. എന്താ ഹലാല? ഹലാലുമായിട്ട് ബന്ധമൊന്നുമില്ല, ഹലാലാക്കാൻ ഉള്ളൊരു പരിപാടിയാണിത്. അതായത് ഞാനൊരു മുസ്ലിമാണ്, ഞാൻ എൻ്റെ ഭാര്യയെ മൊഴി ചൊല്ലിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു കുറ്റബോധം, അയ്യോ അത് വേണ്ടായിരുന്നു, അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അവളെ എനിക്ക് തിരിച്ചു വേണം, വീണ്ടും കല്യാണം കഴിക്കണം. പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയോ? മൊഴി ചൊല്ലിയ ഭാര്യയെ വീണ്ടും കല്യാണം കഴിക്കണമെങ്കിൽ അവൾ വേറൊരാളെ കല്യാണം കഴിച്ചിട്ട് അയാൾ മൊഴിയില്ലാതെ പറ്റുള്ളൂ. എങ്ങനെയുണ്ട്? അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയെ വീണ്ടും ഇതിൽ കിളിച്ചുണ്ടൻ മാമ്പഴം എന്നുള്ള സിനിമ ഓർക്കുന്നില്ലേ? അത് തന്നെ, അത് ആളുകൾ ഓർത്ത് സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഭവം. അങ്ങനല്ല, അത് ഇവരുടെ നിയമമാണ് സർ. ഞങ്ങൾക്കൊരു നിയമമുണ്ട്, ഹലാലയാക്കണം. അതായത് ഞാൻ എൻ്റെ ഭാര്യയെ മൊഴി ചൊല്ലിയാൽ വീണ്ടും അവളെ കല്യാണം കഴിക്കണമെങ്കിൽ സിനു മുസ്ലിമാണെങ്കിൽ സിനു അവളെ കല്യാണം കഴിക്കണം, എന്നിട്ട് സിനു മൊഴി ചൊല്ലിയാൽ മാത്രമേ എനിക്ക് കെട്ടാൻ പറ്റുള്ളൂ. ഇതെന്തൊരു നിയമമാണ്? ഇത് കാട നിയമമല്ലേ? അപ്പോൾ ആ സ്ത്രീയുടെ അവകാശങ്ങൾക്ക് ആ വിലയ്ക്ക് ഒന്നും യാതൊരു കാര്യമില്ല. അത്തരം നിയമങ്ങൾ ഇന്ത്യയിൽ പറ്റില്ല, അതൊക്കെ മാറണം എന്ന് ജസ്റ്റിസ് യാദവ് പറഞ്ഞു. വലിയ പ്രശ്നമായിപ്പോയി. ഇതെല്ലാം കണ്ടിട്ടാണ് അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്താനുള്ള ശ്രമം. പക്ഷേ ഇതാണ് സംഭവം ആരും മനസ്സിലാക്കുന്നില്ല. ഈ മുസ്ലിങ്ങളെ ആക്ഷേപിച്ചു. ഇത് മുസ്ലിങ്ങൾക്ക് അഭിമാനകരമാണെങ്കിൽ, ഒരാൾക്ക് സ്വന്തം ഭാര്യയെ മൊഴി ചൊല്ലിയ ഭാര്യയെ വീണ്ടും കെട്ടണമെന്നുണ്ടെങ്കിൽ അയലോക്കക്കാരൻ്റെ എങ്കിലും ഭാര്യയായി ഒരു ദിവസമെങ്കിലും അവൻ്റെ കൂടെ കഴിഞ്ഞിട്ട് അയാൾ മൊഴി ചൊല്ലിയാലേ വീണ്ടും കെട്ടാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിന് അഭിമാനകരമായ സംഗതിയാണെങ്കിൽ ജസ്റ്റിസ് യാദവ് പറഞ്ഞത് തെറ്റാണ്. ഇതിൻ്റെ പേരിലാണ് ഒരു ജഡ്ജിയെ
അപമാനിക്കാൻ ശ്രമിക്കുന്നത് കുറച്ച് കാലമായിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുക. കർണാടകയിൽ ഒരു സംഭവം ഉണ്ടായില്ലേ? കർണാടകയിൽ ഒരു പ്രദേശത്തേക്ക് എന്ത് അക്രമം ഉണ്ടായാലും പോലീസ് പോകത്തില്ല. കോടതി വിളിച്ചു വരുത്തി പോലീസ് SP-യെ. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താണ് അവിടെ പോയി അവിടെ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടായിട്ട് അവിടെ കയറാത്തതെന്നാണ്. അല്ല, അവിടെ കയറാൻ പറ്റില്ല, പോലീസിന് പ്രവേശനമില്ല. നമ്മുടെ ഇന്ത്യൻ പോലീസിന് പ്രവേശനമില്ലാത്ത സ്ഥലം എവിടെയാണ്? നമ്മുടെ അതിർത്തി അയൽ രാജ്യങ്ങളായിരിക്കും അല്ലേ? അതെ. കേരള പോലീസിന് പാകിസ്ഥാനിൽ പോകാൻ പറ്റുമോ? പറ്റില്ല. ബംഗ്ലാദേശിൽ പോകാൻ പറ്റുമോ? നേപ്പാളിൽ പോകാൻ പറ്റുമോ? ചൈനയിൽ പോകാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ കർണാടക ചോദിച്ചാൽ അതെന്ത്, ആ സ്ഥലം പാകിസ്ഥാനാണോ? പോലീസിന് കയറാൻ പറ്റാത്തൊരു സ്ഥലം വന്നപ്പോൾ അതെന്താ പാകിസ്ഥാനാണോ, നമ്മുടെ ഒരു അയൽ രാജ്യമാണോ എന്ന് കർണാടകയിൽ ഒരു ജഡ്ജി പോയപ്പോൾ ഭയങ്കര പ്രശ്നമായി. ആ പ്രദേശത്ത് മുസ്ലിങ്ങളാണ് താമസിക്കുന്നത്, അവിടെ കയറാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല, ഞങ്ങൾക്ക് ഭയമാണെന്ന് പറയുന്നത് സംസ്ഥാന പോലീസാണ്. അപ്പോഴാണ് കോടതി ചോദിച്ചത് അതെന്ത് പാകിസ്ഥാനാണോ, നിങ്ങൾക്ക് അധികാരമില്ലേ, നിങ്ങളുടെ ജൂറിസ്ഡിക്ഷൻ അല്ലേ, ഇന്ത്യയുടെ ടെറിട്ടറി അല്ലേ, കയറിക്കൂടെ എന്ന് നിങ്ങൾ പാകിസ്ഥാനാണോ എന്ന് ചോദിച്ചത് വലിയ പ്രശ്നമായി. ഇങ്ങനെ ന്യായാധിപന്മാരെ പോലും ഭയപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇന്നലെ യോഗി ആദിത്യനാഥ് ഇന്നലെ പറഞ്ഞു, സത്യം പറയുന്നവരെ ഭീഷണിപ്പെടുത്താനുള്ള ശ്രമം ഇവിടെ നടക്കുകയാണ്, അവരെ ഇംപീച്ച് ചെയ്യുമെന്ന് പറയുന്നു. ഭൂരിപക്ഷത്തെ മാനിക്കണമെന്ന് പറയുന്നത് ലോകത്തെമ്പാടുമുള്ള വ്യവസ്ഥയാണ്. അങ്ങനെയാണ് ലോകത്തിൻ്റെ ക്രമം. ഭൂരിപക്ഷത്തെ മാനിച്ചിട്ടാണ്, ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായത്തെ മാനിച്ചിട്ടാണ് ഇന്ന് ലോകം ചലിക്കുന്നത്. അല്ലെങ്കിൽ ഒന്നും നടക്കില്ല, അല്ലെ അനാർക്കിസം ഉണ്ടാവും, അല്ലെ അരാജകത്വം ഉണ്ടാവും. ഭൂരിപക്ഷത്തെ തീരുമാനം ന്യൂനപക്ഷം അംഗീകരിക്കുക എന്നുള്ളതാണ് വെൽ സെറ്റിൽഡ് ഡിസിപ്ലിനാണ്. അത് പറഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് യോഗി ചോദിക്കുന്നു. അപ്പോൾ ഈ കൊളീജിയം എന്ന് പറയുന്ന ജഡ്ജിമാർ ഇദ്ദേഹത്തെ വിളിച്ച് വരുത്തിയിരിക്കുക. കൊളീജിയം എന്ന് പറഞ്ഞാൽ കൊളീജിയം റോമൻ വാക്കാണ്, ഒരു സംഘടന എന്ന് പറയും. ഇപ്പോൾ പ്രധാനമായും കൊളീജിയം ചെയ്യുന്നത് കൊളീജിയത്തിൽ 5 പേരുണ്ട്. ഹൈക്കോടതി ജഡ്ജിമാർക്ക് എലിവേഷൻ കൊടുക്കേണ്ട കാര്യം തീരുമാനിക്കാണ് 3 പേര് തീരുമാനമെടുക്കും. സുപ്രീം കോടതിയിലേക്കാണ് 5 പേര് ചേർന്ന് തീരുമാനമെടുക്കും. 5 പേർ ചേർന്ന് രാജ്യത്ത് ആരൊക്കെ ജഡ്ജിമാരാവണമെന്ന് തീരുമാനിക്കും. അവരെന്നിട്ട് എന്ത് ചെയ്യും? രാജ്യത്തെ എല്ലാ നിയമനങ്ങളും ട്രാൻസ്പെറൻ്റ് ആണോ, സുതാര്യമാണോ, സംവരണം പാലിച്ചിട്ടുണ്ടോ, ടെസ്റ്റ് എഴുതിയിട്ടുണ്ടോ എന്നൊക്കെ ഇവർ പരിശോധിച്ചിട്ട് അത്തരം നിയമങ്ങൾ ഏതെങ്കിലും ഒരു സർക്കാർ എന്തെങ്കിലും ടെസ്റ്റ് ഇല്ലാതെ കുറേ പേരെ നേരിട്ട് നിയമിച്ചാൽ റദ്ദാക്കും. ഇവർ കൊളീജിയം എന്താ ചെയ്യുന്നത്? ജഡ്ജിമാരെ നേരിട്ട് നിയമിക്കും. അവർ നേരിട്ട് നിയമിക്കും. കൊളീജിയം എന്ന് പറയുന്ന സംവിധാനം നേരിട്ട് ആരെ വേണമെങ്കിലും ജഡ്ജിയാക്കാം. മിനിമം ലോ ഡിഗ്രി വേണം, ഇത്ര പ്രിസ്ക്രൈബ്ഡ് വർഷത്തെ പ്രാക്ടീസ് വേണം. അത് മാത്രം ഉണ്ടെങ്കിൽ കൊളീജിയം ചേർന്ന് ആരെയും ജഡ്ജിയാക്കാം. എങ്ങനെ? നേരിട്ട്. നോ ടെസ്റ്റ്, നോ ഇൻ്റർവ്യൂ, നോ അക്കാഡമിക് ബ്രില്യൻസ്, ഇതൊന്നും മാനദണ്ഡമല്ല. ഇവർ തീരുമാനിക്കും കൊളീജിയം ചേർന്നിട്ട്. എന്നിട്ട് അവർ രാജ്യത്തെ എല്ലാ ജനാധിപത്യ സംവിധാനങ്ങളെയും അവർ കയറി അങ്ങ് ഭരിക്കും, അവർ റദ്ദാക്കും, അവർ പിരിച്ചുവിടും. എന്നിട്ട് പറയും നിങ്ങൾ ട്രാൻസ്പെറൻ്റായി സുതാര്യമായി കാര്യങ്ങൾ ചെയ്യണം. ഒരു ജഡ്ജിയെ നിയമിക്കുന്നതിൻ്റെ മാനദണ്ഡങ്ങൾ എന്താണെന്ന് സിനുവിനറിയാമോ? ഒരാൾ ജഡ്ജിയെ എന്തും മാനദണ്ഡം വെച്ചിട്ടാണെന്ന് ഈ രാജ്യത്തെ ഒരു ജനങ്ങളും അറിയുന്നില്ല. ഈ രാജ്യത്തെ 148 കോടി ജനങ്ങളുടെ കാര്യങ്ങളിൽ അവസാന വാക്ക് പറയുന്നത് പോലെ ആക്ട് ചെയ്ത് സർക്കാരിന് മുകളിലേക്ക് വന്നിരിക്കുകയാണ്, ലെജിസ്ലേച്ചറിന് മുകളിലേക്ക് വന്നിരിക്കുകയാണ് ജുഡീഷ്യറി. ആ ജുഡീഷ്യറിയിലേക്ക് നിയമിക്കപ്പെടുന്ന ആളുകളുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? എന്ത് ട്രാൻസ്പെറൻസിയാണുള്ളത്? ക്വാളിഫിക്കേഷൻ ഉണ്ട്, ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളുകൾ ജഡ്ജിയായി വരുന്നുള്ള അഭിപ്രായമൊന്നും നമുക്കില്ല. പക്ഷെ അവരെ നിയമിക്കാനുള്ള എന്ത് മാനദണ്ഡം മത്സരം വേണ്ടേ? എന്ത് മാനദണ്ഡം കൊണ്ട് അവരെ തിരഞ്ഞെടുത്തു? എന്താണ് അവരുടെ യോഗ്യത? ഇതൊക്കെ ഈ രാജ്യത്തെ നികുതിദായകരായ പൗരന്മാർക്ക് അറിയാൻ അവകാശമില്ല. ഇല്ല. അപ്പം ഈ 5 പേർ ചേർന്ന് സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നു. ഇത് ജനാധിപത്യ? ഇത് മാറ്റിയിട്ട് സുപ്രീം കോടതി ജഡ്ജി, ഇന്ത്യൻ പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ഇങ്ങനെയുള്ള ഒരു ലോ മിനിസ്റ്റർ ഇവരൊക്കെ ചേരുന്ന ഒരു ബോഡി ഉണ്ടാക്കി, നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ്സ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷൻ ഉണ്ടാക്കി അങ്ങനെ വേണം ജഡ്ജിമാരെ എടുക്കാൻ. അല്ലാതെ 5 പേർ കയറിയിരുന്ന് 148 കോടി ജനങ്ങളുടെ ഭാഗധേയം തീരുമാനിക്കുന്ന ഒരു കസേരയിൽ ഇരിക്കാൻ പാടില്ല എന്ന് മോദി സർക്കാർ നിയമം കൊണ്ടുവന്നില്ലേ? 99-ാം ഭരണഘടനാ ഭേദഗതി ഇവരെന്ത് ചെയ്തു? 5 പേർ ചേർന്നിട്ട് റദ്ദാക്കി. എന്നിട്ട് ഇവർ ജനാധിപത്യത്തെക്കുറിച്ച് പറയുന്നു. ഇതാണ് നമ്മുടെ കൊളീജിയം സിസ്റ്റം. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയോടും ഹൈക്കോടതിയോടുമുള്ള എല്ലാ ബഹുമാനവും വെച്ചുകൊണ്ട് നമുക്ക് വിയോജിപ്പുണ്ട്. ജഡ്ജിമാരുടെ നിയമനം കൊളീജിയം നടപ്പാക്കുന്നത് തെറ്റായ പ്രക്രിയയാണ്. ഈ രാജ്യത്തെ ജനങ്ങളുടെ ഇംഗിതത്തിനെതിരാണ്. ജനവിധി അതിനകത്തില്ല, ജനങ്ങളുടെ ഇച്ഛയില്ല, ജനങ്ങൾ അറിയുന്നില്ല ആരാണ് ജഡ്ജിയാവുന്നത്, എന്താണ് അവരുടെ യോഗ്യതയെന്ന് അറിയാനുള്ള അവകാശം എനിക്കും സിനുവിനും ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും കേൾക്കാത്ത ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും ഉണ്ട്. കാരണം നമ്മുടെ നികുതിപ്പണം കൊണ്ടാണ് സാർ, അല്ലേ? അതെ. ഈ പറയുന്നതിൻ്റെ പേര് നമ്മളെ തൂക്കിക്കൊല്ലട്ടെ. പക്ഷേ കൊളീജിയം എന്ന് പറയുന്ന സിസ്റ്റം ജനാധിപത്യ വിരുദ്ധമാണ്. അതിന് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് എങ്ങനെയായിരുന്നു? സർക്കാരാണ് നിയമിച്ചുകൊണ്ടിരുന്നല്ലേ? ഇപ്പോൾ ഇരിക്കുന്ന ഖന്ന, ചീഫ് ജസ്റ്റിസിൻ്റെ അമ്മാവൻ ഖന്നയെ ഇന്ദിരാഗാന്ധിക്ക് എതിരായുള്ള വിധി പറഞ്ഞു എന്ന് പറഞ്ഞ് ചീഫ് ആക്കിയില്ല.
മാറ്റി നിർത്തി അദ്ദേഹം ഒടുവിൽ രാജിവെച്ച് പോകേണ്ടി വന്നു എന്നാണ് എൻ്റെ ഓർമ്മ. രണ്ടാം നമ്പർ കോടതിയിൽ ഈ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ CJ രണ്ടാമത്തെ കോടതിയിൽ നിന്നാണ് കയറി വന്നത് ഒന്നിലേക്ക്. അവിടെ ഇരിപ്പുണ്ട് ജസ്റ്റിസ് ഖന്ന എന്ന് പറഞ്ഞ അമ്മാവൻ്റെ പടം. പലപ്പോഴും അദ്ദേഹം ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. ഇത് വിമർശനമൊന്നുമില്ല, ഇങ്ങനെ വിമർശനമാണ്. ഇങ്ങനെ ഫെയർ ക്രിറ്റിസിസം നടത്താൻ ഏതൊരു പൗരനും അവകാശമുണ്ട്. ആരും പക്ഷേ പേടിച്ചാരും പറയുന്നില്ല. പക്ഷേ നമ്മൾ പറയുന്നത് കൊളീജിയം എന്ന് പറയുന്ന സിസ്റ്റം ജനഹിതത്തിനനുസരിച്ചല്ല, ജനഹിതപ്രകാരമുണ്ടായില്ല. 5 പേർ ചേർന്ന് ഈ രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും അവസാന വിധി പറയുന്ന സംവിധാനം തെറ്റാണ്. അത് ജനാധിപത്യമല്ല, 148 കോടി ജനങ്ങളുടെ ഇംഗിതമതല്ല എന്ന് പറയണം. ആ കൊളീജിയമാണ് ഇപ്പോൾ ആരെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്? ജസ്റ്റിസ് യാദവനെ വിളിച്ചു വരുത്തിയിട്ട് എന്താണ് നിങ്ങൾ പ്രസംഗിച്ചതെന്ന് ചോദിക്കാൻ പോകുന്നത്. അത് നമുക്ക് അത്ര സുഖകരമായി തോന്നുന്നില്ല. നമ്മൾ ഉറക്കെ പറയേണ്ടിയിരിക്കുന്നു. രാജ്യത്തെ എല്ലാ ബോഡികളിലും നമുക്കൊരു ക്ലർക്ക് അല്ലെങ്കിൽ ഒരു IAS ഓഫീസർ, അയാൾ IASകാരനായത് എങ്ങനെയെന്നറിയാം. അയാൾ പ്രിലിംസ് എഴുതുന്നു അല്ലേ, UPSCയുടെ പ്രിലിംസ് എഴുതുന്നു, പിന്നെ ഫൈനൽ ടെസ്റ്റ് എഴുതുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു, ഇൻ്റർവ്യൂ പാസ്സാവുന്നു. എന്നിട്ടാണ് അയാൾ IAS ഓഫീസർ ആവുന്നത്. നമ്മുടെ ഒരു മന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇലക്ഷനിൽ നിന്ന് ജനങ്ങളുടെ വോട്ട് മേടിച്ചിട്ടാണ് വരുന്നത്. എല്ലാം അക്കൗണ്ടബിളാണ്, എല്ലാത്തിനും ഒരു പ്രോസസ്സുണ്ട്. ഇവിടെ എന്താ പ്രോസസ്സ്? ജഡ്ജിമാരുടെ നിയമത്തിന് എന്താ പ്രോസസ്സ്? ഒരു പ്രോസസ്സും ഇല്ല. അതുകൊണ്ടാണ് അമ്മാവന്മാരും അനന്തരവന്മാരും അങ്കിളുമാരും ഒക്കെ ജഡ്ജിമാരായി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. കുടുംബത്തിൻ്റെ ഒരു അവകാശം, ഒരു തർക്കമില്ല. ഒരുപാട് ബന്ധുക്കൾ ജഡ്ജിമാരായി വരുന്നുണ്ട്. അവരാരും അയോഗ്യരാണ്, കഴിവില്ലാത്തവരാണെന്നും നമ്മൾ പറയുന്നത്. ഇപ്പോൾ ചന്ദ്രചൂഡിനെ പോലുള്ള ജഡ്ജിമാർ, അച്ഛൻ ചന്ദ്രചൂഡും മകൻ ചന്ദ്രചൂഡും ഒക്കെ വലിയ ശ്രദ്ധേയമായ വിധികൾ പറഞ്ഞിട്ടാണ് പോയത്. അതിലൊക്കെ ചില അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ടായിരിക്കാം. എന്നാൽ പോലും ജഡ്ജ് എന്ന നിലയിൽ അവരാരും മോശക്കാരായിരുന്നില്ല. ഇങ്ങനെ വന്ന ജഡ്ജിമാരിൽ ബഹുഭൂരിപക്ഷവും ഭാഗ്യവശാൽ നല്ല ജഡ്ജിമാർ തന്നെയായിരുന്നു. ഒരു തർക്കവുമില്ല. അപൂർവം ചില ആളുകളൊക്കെ കുഴപ്പക്കാരാണെന്ന് കണ്ടിട്ടുണ്ട്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് ജുഡീഷ്യറിയിൽ അഴിമതിയുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഏതായാലും സംവിധാനത്തിൽ ചില കുഴപ്പങ്ങളുണ്ട്. ഈ സംവിധാനം മാറേണ്ടതാണ്. ജുഡീഷ്യൽ നിയമനങ്ങളുടെ കാര്യത്തിൽ ഒരു സ്ക്രീനിങ്, ജനങ്ങളുടെ ഇച്ഛ. അമേരിക്കയിലൊക്കെ ജഡ്ജിമാരെ വോട്ടിട്ട് തിരഞ്ഞെടുക്കുന്നത്. നിങ്ങൾ ജനാധിപത്യം അമേരിക്ക കണ്ടുപഠിക്കണമെന്ന് പറയുമല്ലോ, അങ്ങനെയാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ സിസ്റ്റമൊക്കെ മാറണം. കൊളീജിയം മാറേണ്ടതാണ്. കൊളീജിയം സംവിധാനം മാറണം. ഈ കൊളീജിയം വിളിച്ചു വരുത്തിയിട്ട് ജസ്റ്റിസ് യാദവിനെ തൂക്കിക്കൊല്ലോ. യാദവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് 2026 വരെ സർവീസിൽ തുടരാം. അദ്ദേഹം പറഞ്ഞത് ഈ രാജ്യത്തെ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ നോക്കിയാൽ അതിനകത്ത് ഒരു കുഴപ്പമില്ലാത്ത വെൽ സെറ്റിൽഡായിട്ടുള്ള നമ്മുടെ മുന്നിലുള്ള വസ്തുതകളാണ് പറഞ്ഞത്. പക്ഷേ ജഡ്ജിമാരെ പേടിപ്പിക്കാൻ തുടങ്ങുകയാണ്. ഒരു കൂട്ടം ആളുകൾക്ക് ജഡ്ജിമാരെയും ഭയപ്പെടുത്തണം. ആ തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. അദ്ദേഹം ഭയപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. വേണമെങ്കിൽ അദ്ദേഹത്തിന് അന്തസ്സായി രാജിവെച്ച് പോകാം. അല്ലെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ നിർബന്ധിച്ച് മാപ്പ് പറയിപ്പിക്കുമായിരിക്കും. പക്ഷേ അത് ഈ സംവിധാനത്തിന്, കോടതികൾക്ക് അപമാനകരമാണ്. അത്രേ നമുക്ക് പറയാനുള്ളൂ. ജസ്റ്റിസ് യാദവിൻ്റെ വാക്കുകൾ ഇന്ന് പലരും പറയാൻ മടിക്കുന്ന സത്യം തുറന്നു പറയുകയാണ്. സത്യം അതാണ്. അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കും സത്യമാണ്. അതിൻ്റെ കൂടെയാണ് ഈ നാട്ടിലെ ചിന്താശേഷിയുള്ള, പ്രതികരണശേഷിയുള്ള ജനങ്ങൾ നിൽക്കുക. അദ്ദേഹത്തിന് കൊളീജിയം എന്തു ചെയ്യുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.